സോളോ സഞ്ചാരിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. പാലായ്ക്കടുത്തുള്ള രാമപുരത്തിനൊക്കെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിലാണ് കേട്ടോ. പാമ്പനാൽ വെള്ളച്ചാട്ടം എന്നാണ് ഗൂഗിൾ മാപ്പിൽ പേര് കിടക്കുന്നത്. ഓൾറെഡി നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓൾമോസ്റ്റ് ഒരു വീഡിയോ ചെയ്തു. ആദ്യം നമ്മൾ ആനപ്പാറ പോയിരുന്നു. ആനപ്പാറയിൽ നിന്ന് അരുവിക്കുത്ത് വെള്ളച്ചാട്ടം കണ്ടു. അതുപോലെ നിന്ന് മലങ്കര ഡാം പോയി. അപ്പോൾ ഇത്ര ആയപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ആയപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഈ പാമ്പനാൽ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തിയപ്പോൾ വേറെ കമ്പനിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവനപ്പം തന്നെ വന്നു. അപ്പം ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇപ്പം തിരിച്ച് പോകാൻ ഇറങ്ങുമ്പോഴാണ് ഈ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെച്ചേക്കുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത ആൾക്കാരാണെങ്കിൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടോ. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ടോ. ഈ വഴിയാണ് കേട്ടോ നമ്മൾ കയറി വന്നത്. നമ്മുടെ സ്കൂട്ടർ, നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ആരൊക്കെയോ ഉണ്ട്. 3 വണ്ടികൾ ഓൾറെഡി കിടപ്പുണ്ട്. എന്തായാലും ഈ വഴിയാണ് ഇപ്പോൾ കയറാനുള്ളത്. മേളിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് അറിഞ്ഞത്. നമ്മുടെ സാധനം പിള്ളേരൊക്കെ നടന്നുണ്ട് കേട്ടോ. നമ്മളിത് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് നടക്കണം കേട്ടോ. നല്ല വെയിലാണേ. ഇപ്പോൾ അവിടെ നിന്നൊരു വണ്ടി വെച്ചെടുത്തുനിന്ന് ഏകദേശം ഒരു 1.25 കിലോമീറ്റർ ഉണ്ട്. വലിയ കുഴപ്പമില്ല. 1 കിലോമീറ്ററൊക്കെ കാണത്തുള്ളൂ കേട്ടോ. വലിയ കുഴപ്പമില്ല. വഴി വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. വന്നേക്കുന്ന സമയം നട്ടുച്ചയാണ്. നമ്മളിത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകളിലൊരു ചെറിയൊരു കുത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് ഒന്ന് കണ്ട് വീഡിയോ എടുത്തു. അതാണെങ്കിൽ ഇറങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. ഇറങ്ങാനായിട്ട് സേഫാണ്. താഴെയാണ് ശരിക്കും ആളുകളൊക്കെ താഴേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ താഴെയാണ് ശരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ചും കൂടി നല്ലൊരു വ്യൂ ഉള്ള വേറൊരു വെള്ളച്ചാട്ടം ഉള്ളത്. നമ്മളിത് ആ വഴിയാണ് കേട്ടോ വന്നത്. ഈ വഴി താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് എത്താൻ പറ്റും. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇത് ആരുടെയോ പറമ്പാണ്. ആരുടെ പറമ്പാണെന്നൊന്നും അറിയാൻ പാടില്ല. ആരുടെയോ റബ്ബർ തോട്ടമാണ്. ആ പറമ്പിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. വെള്ളത്തിൻ്റെ നല്ല ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏറെക്കുറെ സ്പോട്ടിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വഴി. തുടങ്ങാല്ലേ?
നല്ല അടിപൊളി കലക്കം വൈബിലാണ് ഇപ്പോൾ നിൽക്കണത്. ഓക്കെ, ബാക്കിൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടിരിക്കാനാണത്. നമ്മുടെ വീഡിയോ മൊത്തം എടുത്തുന്നത് നമ്മുടെ സാജംബ്രോ ആണ് കേട്ടോ. അവന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ടോ, അവന്മാരൊന്നും ഇറങ്ങിയില്ല ഇങ്ങോട്ട്. എൻ്റെ പുറകിലാണ് ഈ വെള്ളച്ചാട്ടം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നിൽക്കണത്. അയ്യോ, പാമ്പനാൾ വെള്ളച്ചാട്ടത്തിൽ നല്ല അടിപൊളി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് മേളിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ നല്ല അടിപൊളി ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അമ്മമാരൊന്നും ഇറങ്ങിയില്ല, ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്പോട്ടാണ്, നല്ല രസമുണ്ട്. ആൾക്കാരധികം ഇല്ലാത്തത് കൊണ്ട് നല്ല ശാന്തമായിട്ട് അതിനടിയിൽ, വെള്ളച്ചാട്ടത്തിനടിയിൽ തിക്കും തിരക്കും ഒന്നും ഉണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് നേരെ കുത്തനെ എൻ്റെ പുറത്തേക്കാണ് വീണോണ്ടിരുന്നത്. വൈബ് നൈസായിരുന്നു, അടിപൊളി. ഹായ് പശു, ഹായ്. ഒരു ഹായ് തന്നൂടെ. പുച്ഛം പുച്ഛം, ഒരു ലോഡ് പുച്ഛം. പശുക്കൾ വരെ പുച്ഛിക്കാൻ തുടങ്ങി. ഇത് ഏത് വഴി പോയാലും ഒരു വഴിയാണല്ലോ. ഇതാണോടാ എളുപ്പമുള്ള വഴി? അത് ഈ വഴിയാണെങ്കിലും പശുവിൻ്റെ ഇടയ്ക്കോട്ടല്ലേ നമ്മൾ പോണേ. നീങ്ങുന്നു, വല്ല പുല്ലാന്ന് വിചാരിക്കും അത്. ഹലോ ഹലോ. വീണ്ടും പുച്ഛം, വീണ്ടും ഒരു ലോഡ് പുച്ഛം. അപ്പോൾ എങ്ങനെയുണ്ട് പാമ്പനാൾ വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം നല്ല അടിപൊളി വൈബ് സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഫീലും ഒക്കെ ഉണ്ടായിട്ട് വളരെയധികം സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. വീക്കെൻഡുകളിൽ എന്തായാലും തിരക്കുണ്ടാവും, വീക്ക് ഡേയ്സിൽ എന്തായാലും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മുടെ കമ്പനിക്കാരനാണ് കേട്ടോ. പേര് സാജൻ ബേക്കറി, ആ സാധനം. അപ്പോൾ നമ്മളിത് കറങ്ങിത്തിരിഞ്ഞ് ഏകദേശം ഒരു പ്രവിത്താനം തന്നെ ഇവൻ്റെ വീട്. അപ്പോൾ ഞാനിപ്പോൾ മാപ്പ് നോക്കിയപ്പോൾ ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്ത് പ്രവിത്താനം ഉള്ളതുകൊണ്ട് ഇവനെ വിളിച്ച്. ഇവനെപ്പോൾ തന്നെ ചടിക്കരി വന്ന് ഇവൻ്റെ 2 കമ്പനിക്കാരോട് വന്നിട്ട് നമുക്ക് അവരോട് ഒന്ന് പരിചയപ്പെടാവേ. ഹായ്, പേരെങ്ങനെയാണ്? ജിഷ്ണു. ഹായ്, നെവിൻ. ഓക്കെ, ഇവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉള്ളവരല്ലേ? മഴയുള്ള സമയത്തൊക്കെ നല്ല വൈബാണ്, തിരക്കുണ്ടാവും, നല്ല തിരക്കുണ്ട്. ഇടയ്ക്ക് പോലീസ് ചെക്കിങ് എല്ലാം ഉള്ളതാണ്. ഈ ബ്രോ ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇവിടെ തൊട്ട് താഴെ തന്നെ താമസിക്കുന്നതാണ് കേട്ടോ. അതേപോലെ ഇവൻ എവിടെയാണ് താമസിക്കുന്നത്? പ്രവിത്താനത്തുകാരൊക്കെ ഉണ്ട് ഈ വീഡിയോ കാണുന്നത്. പാലക്കാരൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വരേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. നമ്മള് വെള്ളച്ചാട്ടത്തിൽ നല്ല അടിപൊളി ഇറങ്ങുമ്പോൾ ഇറക്കാൻ വൃത്തിയായിട്ട് ഇറക്കുമായിരുന്നു. കയറുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ ഭയങ്കര നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനിതിന് ഉത്തരൊക്കെ എങ്ങനെയാണ് പിടിച്ചത്? ശുദ്ധഹാസ്യം കിട്ടി. ഞാൻ ഇട്ടേക്കാട്ടെത്തക്ക ശുദ്ധഹാസ്യം. ഇവിടെ ചേട്ടത്തിന് എന്തായിരുന്നു? പമ്പനാൽ. എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ സിജുവിൽസൺ ചേട്ടനും കറക്റ്റ് അതേ ദിവസം അതേ സ്പോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ജസ്റ്റ് മിസ്സായി. യോഗ ഇല്ല മണിയേ.